ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ക്യാമറ ഒക്കെ കൊണ്ടുവന്നൂടെ സെറ്റ് ആക്കി വെക്കുമ്പോ ഹായ് ഇവിടെ ആദ്യം റെഡിയായ ചാനലാണ്. ഞാൻ എന്റെ ചാനലിലേക്ക് ഒരു വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ അപ്പൊ തന്നെ റെഡി ആയിട്ട് പോലും നമ്മുടെ വീട്ടിൽ എന്താ റൂൾസ് അറിയോ? വ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ ഫസ്റ്റ് ക്യാമറ ഓൺ ആക്കിയിട്ട് ഇതെന്താ ഇങ്ങനെ ഇരിക്കണ ശരിയാക്ക്. എങ്ങനെ പ്രോപ്പറാണ് നിനക്കാണ് അങ്ങനെ തോന്നുന്നത്? അത് പ്രോപ്പറാ? നോ, ദിസ് ഇസ് പ്രോപ്പർ. ഇപ്പൊ പറ, അത് അതിന്റെ അത് ബാലൻസ് ചെയ്ത് കാണിക്കണം. എനിക്ക് ഇതിൽ കാണാൻ വരല്ല. നമ്മുടെ വീട്ടിലത്തെ റൂൾസ് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള റൂൾസ് ഒക്കെ ഉണ്ടാവും. അതെന്തുപോലെ റൂൾസ്? അത് നിങ്ങളും ഞാൻ ഉണ്ടാക്കിയ ഒരു റൂള് ടൈപ്പ് പോലെ ആണ്. ചത്ത പോലെ ഇരിക്കണം എന്റെ മുഖം. അപ്പൊ റൂൾ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ വ്ലോഗ് ആരെടുക്കുമെന്ന് പറയാറില്ല കേട്ടാ, വെറുതെ ഇടിയാവും. വ്ലോഗ് എടുക്കുന്ന ആള് ആദ്യമേ ക്യാമറ ഓൺ ആക്കിയിട്ട് ഇരിക്കും. ക്യാമറ ഓൺ ആക്കിയിട്ട് ഹൈ ഗൈസ് ഇൻട്രോ കൊടുക്കും. അതാണ് റൂൾ. അപ്പൊ ഞാൻ ക്യാമറ എടുത്തോണ്ട് മേളിൽ വരുമ്പോ ഞാൻ ക്യാമറ എടുത്തോണ്ട് മേളിൽ വരുമ്പോൾ ഞാൻ ആദ്യമേ റെഡി ആയിട്ട് എടുക്കാൻ പോയതാണ്, എന്താണ് ഇത് നീ എടുക്കാൻ എനിക്കൊക്കെ ഉണ്ടാവും വീണ എടുക്കാൻ പോണു. ഞാൻ നിന്റെ മോൻ ഓടി നടക്കുന്നത് അവനൊന്നും ചെയ്യൂല. നല്ല കുട്ടിയാണ്. എന്നെ പോലെ ഞാൻ വളർത്തിയോണ്ട് നീ വളർത്തിക്കൊണ്ടിട്ടല്ലേ തന്ത ഗുണം കിട്ടിയേക്കുന്നത്, അല്ലാണ്ട് എന്താണ് ഒന്നും പറയണ്ട ഗീസ്. അങ്ങനെ ഈ പ്രാവശ്യം എന്റെ കയ്യിൽ നിന്ന് ഒരു വ്ലോഗ് അടിച്ചിട്ട് പോയി. സോ കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇതുവരെ നിങ്ങൾ ഞങ്ങളെ കണ്ടിട്ടുള്ള മാംഗ്ലൂർ സീരീസിലാണ്. മാംഗ്ലൂർ പോയി വന്ന് കുറച്ച് ദിവസമായി. സോ നമ്മളൊക്കെ നല്ല കാമായിട്ട് ഇവിടെ റെസ്റ്റ് ഒക്കെ എടുത്ത് വ്ളോഗ് ഒന്നും ചെയ്യാതെ ഇരിക്കണായിരുന്നു. അപ്പൊ ഇന്ന് മുതൽ നമ്മളെ വീട്ടിലത്തെ വ്ളോഗ് ആണ് നിങ്ങൾ കാണാൻ പോണേ. മാംഗ്ലൂർ സീരീസ് ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയാം. എന്തിനാണ് എന്റെ കുട്ടീനെ ഇങ്ങനെ കാണിക്കുന്നത്? ഈസ് നോട്ട് റെഡി ആറ്റ്. ഗോ അപ്പോ ഇനി മുതൽ എന്താ പറയാൻ പോയി ഞാൻ അങ്ങനെയാണോ സംസാരിക്കുന്നത്? നിങ്ങളെക്കാൾ ബെറ്റർ ആയിട്ട് ഞാൻ മലയാളം സംസാരിക്കും. അപ്പൊ ഇനി മുതൽ നിങ്ങൾ നമ്മളുടെ വീട്ടിലായിരിക്കും. നിങ്ങൾ നമ്മുടെ വീട്ടിലായിരിക്കും. നമ്മളുടെ വീട്ടിലെ വ്ളോഗ് ആയിരിക്കും കാണാൻ പോണേ. ആദ്യമേ ഉറങ്ങി കെട്ടിയെടുത്തിട്ട് ഒരു കാര്യമില്ല. വ്ളോഗ് എടുത്ത് കഴിഞ്ഞ ഡ്രസ്സ് മാറിയിട്ട് പോകാൻ വിട്ടാ മതി. ആ ഷോർട്സും ടീഷർട്ടും ഇട്ടോ. അപ്പൊ ഇത് ഞാൻ ഇൻട്രോ എടുത്തു കഴിഞ്ഞു. ഇത് എന്റെ ചാനലിലേക്ക് ഞാൻ വിടും. ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് കുറെ മാസങ്ങൾക്ക് ശേഷം ഒരു നൈറ്റ് ഔട്ട് പോണെയാണ്. നൈറ്റ് ഔട്ട് ഇടയ്ക്ക് പോവാറുണ്ട്, ലൈക് ചായ ഒക്കെ കുടിക്കാൻ. കുറെ മാസങ്ങൾക്ക് ശേഷം ഒരു മൂവി കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോകാൻ വേണ്ടി. എക്സാക്ട്ലി എത്ര മാസങ്ങളായോ? പറ ഒരുപാട് സെൽഫിഷ് ആണ്. അതായത് റീസണും പറ. റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തള്ളമോനും അടങ്ങിയിരിക്കില്ല തിയേറ്ററിൽ. തള്ളടങ്ങിയിരിക്കും. എനിക്ക് തിയേറ്ററിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് മൂവി കാണാൻ. പക്ഷെ സഫോക്കേറ്റഡ് ഫീൽ ആവും. അപ്പം നമ്മള് പെട്ടെന്ന് തന്നെ ഒരു ആഗ്രഹം തിയേറ്ററിൽ പോയി ഒരു മൂവി കാണുന്നത് കുറെ നാളായല്ലോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പടത്തിന്റെ പേര് എനിക്കറിഞ്ഞൂടെ? ഇവർ എന്തൊക്കെയോ പറയണ്ട കേട്ടാ. എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ആ പേര് നോക്കിയിട്ട് പോലും ഇല്ല. ലാസ്റ്റ് ബേബിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു ആ പേരൊന്ന് കറക്റ്റ് പറയുമോന്ന്. ബേബി പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ പേരൊന്ന് നോക്കണം. എനിക്ക് ഫാമിലി ആയിട്ട് പോയിട്ടിരുന്ന് കണ്ടാ മതി. അതാണ് അതിന്റെ ഒരു വൈ. സോറി, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് പേരായതുകൊണ്ട് എനിക്ക് പറയാനൊരു ബുദ്ധിമുട്ടാണ്. നല്ല മൂവിയാണെന്നുള്ള ഒരുപാട് റിവ്യൂസ് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. എല്ലാരും കിട്ടില്ലോന്നൊക്കെ പറയണ്ട. അത്ര അടിപൊളിയായിട്ടുണ്ടെന്ന് പറയണ്ടേ. മേക്കിംഗ് കാര്യങ്ങളെല്ലാം കിട്ടില്ലോന്ന്. അപ്പൊ ആസിഫലിയുടെ ആ ഒരു മൂവി കാണാൻ, ഒരു തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ഒരു ആഗ്രഹം. അങ്ങനെയാണ് ഞങ്ങളിപ്പോ റെഡിയാണ് അല്ലെ. അപ്പൊ ഈ മാസങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ എബ്രുവിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്തുകൊണ്ടിട്ടാണ് നമ്മൾ പോകാണ്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എബ്രു കരച്ചിൽ തുടങ്ങും. ചെറുതല്ലേ, കരച്ചിൽ തുടങ്ങും. അവന്റെ തിയേറ്റർ സെറ്റ് ആണെന്ന്. ഇനി നമുക്ക് അതായത് ഇപ്പൊ അത്ര നാള് ഞങ്ങള് പുതിയ പുതിയ മൂവികളുണ്ടെല്ലാം OTT വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. വീട്ടിലെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് ഞങ്ങളൊരു ഹോം തിയേറ്റർ സെറ്റപ്പിലൊക്കെ, ചെറിയൊരു ഹോം തിയേറ്റർ സെറ്റപ്പിലൊക്കെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കാണും. അപ്പൊ ഇവന് കുഴപ്പമില്ല, അടങ്ങി ഒതുക്കിയൊക്കെ ഇരിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ അവിടെ ഓടിക്കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇരുട്ടത്താണെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവന്റേതായ വൈബിൽ നിന്നോളും. ഇന്നിപ്പോ നമ്മൾ കുറെ മാസങ്ങൾക്ക് ശേഷം തിയേറ്ററിലേക്ക് ഇവനെ കൊണ്ടുപോകണേന്ന്. എന്താണ് അവസ്ഥ എന്ന്
തിയേറ്ററിൽ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ശരിക്കും മൂവി കാണുന്നതിനെക്കാട്ടിയും ഇവനെ തിയേറ്ററിൽ കൊണ്ടുപോയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി മൂവിക്ക് ഒന്നും വേണ്ടിരിക്കും അതിന്റെ ഇടക്കിടക്ക് എക്സാക്ട്ലി മറ്റേ എവിടെ പറയാനും സമ്മതിക്കല്ല. അപ്പം എന്താണ് പറയാനും വെറുതെ പറ. അവന് ചിലപ്പോ കരയണാണെങ്കിൽ ബേബി എടുത്തോണ്ട് അവന് പുറത്തു പോകും. നമ്മൾ മൂവിയൊക്കെ കണ്ടിട്ട് ഇറങ്ങും. അല്ലെ ബേബി? അതല്ലേ പ്ലാൻ? നല്ലൊരു മികച്ചൊരു തീരുമാനമാണ് അല്ലേ? അതെ, അങ്ങനെയല്ലേ? നല്ലൊരു തൊണ്ടകരയാണ് ചെയ്യണ്ടേ? നല്ല അങ്ങനെയാണ്. ചെയ്യൂലേ? അതെ, പക്ഷെ നല്ല മോനും കൂടെ എന്റെ കയ്യിൽ നിൽക്കണം. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. ജീവൻ ആരും നോക്കില്ല പറഞ്ഞ അവൻ നിക്കൂല. നിക്കില്ല. അവൻ നിക്കണെങ്കിൽ ബേബി സോനുണ്ട്, സുനുണ്ട്, എല്ലാരും ഉണ്ട്. പക്ഷെ അവനപ്പ എവിടെയാണെങ്കിലും എന്ന് പറഞ്ഞ ഓടി വരും അല്ലേ? ഇമ്മിമാരല്ലേ നീ? ഇമ്മീന്ന് വരെ ഒരു 10 കിസ് തരും എനിക്ക് ഡെയിലി. ഒരു 100 തരും. എന്റെ മോനെ റേഡിയോ ഒക്കെ ആക്കി ഞാൻ കാണിച്ചു തരാം. ഒക്കെ ആക്കി ഇപ്പൊ കളിക്കണ. അപ്പൊ ഗൈസ് കൂടുതൽ ഞങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ഷിനാജി ഫാമിലിയും ഉണ്ട് ഞങ്ങളുടെ കൂടെ മൂവി കയറാൻ വേണ്ടി. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ അടിച്ചു പൊളിക്കുന്ന ഇക്കടിലും വ്ലോഗ് പൊളിച്ചിറങ്ങും. കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ വ്ലോഗ് ചെയ്യുന്നത്. കൊതിയൊന്നുമല്ല, കണ്ടോ ഗൈസ്? വേറെ ലെവല് പുട്ടടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അങ്ങോട്ട് പോട്ടെ, ഞാൻ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. എന്താണ് മലയാളം? കുറച്ചു മുമ്പ് എന്തോ പറയേണ്ടതല്ല മലയാളം. ജസ്റ്റ് ഒരു ഇങ്ങനെ ചിരിക്കണല്ലേ നീങ്ക? യു ആർ എ ഗുഡ് പേഴ്സൺ. സോണാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരും അപ്പൊ തന്നെ. അങ്ങനെയല്ലേ? ഇങ്ങനെയാണ് ജസ്റ്റ് ഒരു ഒരുക്കം. ഒരുക്കം 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 ഒരുക്കം. എന്റെ മലയാളം ഒഴുക്കം. എന്താ ഒരുക്കം ഒരുക്കം. ഓക്കെ ഗൈസ്, അപ്പൊ once again welcome back to our channel and I hope you guys will enjoy this. അതായത് എന്താ സംഭവം എന്ന് അറിയാം? അവളിപ്പോ വീണ്ടും ഇന്റർവ്യൂ കൊടുത്ത് അവർക്ക് വീണ്ടും വീണ്ടും ഡൗട്ട്. ഞാനിത് അടിച്ചിട്ട് പോകും നമുക്ക് ഉറപ്പാണ് 100%. അതുകൊണ്ട് ഗൈസ് തുടർന്നുള്ള കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുന്നതാണ്. ഓക്കെ? Yes, you get lost. Okay? Ready? Okay. This is my favorite shade. നമ്മൾ താഴെ പോയപ്പോ മേടിച്ചാണ്. താഴെ പോയപ്പോ വാങ്ങിച്ചത്? താഴെ പെട്ടിക്കട. തായ്. ഓക്കെ. One of the best international trip ആയിരുന്നു. അത് ഇത് പഠിച്ചു നിൽക്കാനാണോ പ്ലാൻ? നിർത്താതെ എന്റെ ബ്ലോഗ് ഇങ്ങനെയാണ്. ഞാൻ മൂവിക്ക് പോകുമ്പോ എങ്ങനെയാണ് ക്വിക്ക് റെഡി ആവണമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാൻ പോകും. സി ഒറ്റ ലിപ്സ്റ്റിക് വെച്ചിട്ട് നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇടാം, ഐ ഷാഡോ ഇടാം, ബ്ലഷ് ഇടാം. ഒരു ലിപ്സ്റ്റിക് മുഖത്ത് വരുമ്പോഴാണ് മെണ്ണയാവണേ. ഞാനിപ്പോ പോയാൽ അയൺ ബോക്സ് അവിടെ ചൂടായിരിക്കുന്നത് മനസ്സിലായേ? ആര്? നിങ്ങളല്ലേ അയണാക്കിയത്? ഞാനാണ് അയാൾക്ക് ഞാൻ ചൂടായിരിക്കുന്നത്. പണ്ടറിയ എനിക്ക് സാധനത്തിനൊക്കെ കൂടെ പോയി, മനുഷ്യന്റെ മലയാളവും പോയി. ഷെയ്ഡ് ഈസ് ക്വൈറ്റ് ഗുഡ്. ഓക്കെ, നമ്മൾ എല്ലാം ഓഫ് ചെയ്തോ? ഓക്കെ, ഇത്ര പെട്ടെന്ന് നമുക്ക് പോകണ്ട കേട്ടോ, കുറച്ച് കഴിയട്ടെ. ഞാൻ ജസ്റ്റ് പോയിട്ട് വരാം. ഓക്കെ, ഇപ്പൊ താഴെയാണ് ഇഷ്ടം. ഓവർ ഒഴുക്കങ്ങളൊന്നും വേണ്ട. ഇന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആയാൽ മതി. ഓക്കെ, ഐ ആം റെഡി. ഇനി കണ്ണൊന്നും ചെയ്യണ്ടല്ലോ, വേണ്ട, ഇത് മതി. ജസ്റ്റ് വേണമെങ്കിൽ മസ്കാര ഇടാന്ന് തോന്നുന്നു. ഹായ് ഹായ്, ജസ്റ്റ് മസ്കാര ഇടാം. സുനും ഞാനും സെയിം ഡ്രസ്സാണ്, കളർ ചേഞ്ച്. അവൾക്ക് ഒരേപോലെ ഇടണമെന്ന് പറഞ്ഞിട്ട് മുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ ഐ ഗേവ് ഹർ മൈ ഷർട്ട്. സെയിം ഷർട്ട് ഉണ്ട്, 3 കളർ ചേഞ്ച്, 2 നമ്മളിപ്പോൾ ഇടാൻ പോകണം. നല്ല മസ്കാരയാണ്. So look at the difference. താഴെ yay. Okay, let me change my dress and come back. Yes, I am ready to go. So this is my costume. കാണാൻ പറ്റുന്നുണ്ടാവില്ലേ? Yes. സിമ്പിളായിട്ട് ഒരു ജീനും ടോപ്പും.
ഓക്കെ ഓ മൈ ഗോഡ്. ഓക്കെ, സിമ്പിളായിട്ട് പോകാമെന്ന് വിചാരിച്ചു. മൂവിക്ക് പോകുമ്പോൾ കുറേ ആഡംബരം എനിക്കിഷ്ടമല്ല. ഓക്കെ, ഐ ആം റെഡി. ഇനി താഴെ സോനു പിള്ളേരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ആ ടൈമിൽ ഞാൻ എബുണും നൈറ്റ് ഡിന്നർ കൊടുത്തിട്ടാണ് പോകാൻ പോണത്. ബിക്കോസ് പുറത്തിനി പോയിട്ട് കൊടുക്കാൻ പറ്റൂല. അപ്പോൾ ഇവിടെ നിന്ന് കൊടുത്തു പോയാൽ പിന്നെ ആ ഒരു വറീസ് ഇല്ലല്ലോ. അപ്പോൾ യെസ്, മതിയില്ലേ. അപ്പോൾ നമുക്ക് എബുണു ഫുഡ് കൊടുത്തിട്ട് ഇറങ്ങാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഡൗൺ. ഇവിടെ സിനാജും സിരാജും സുബിയെ കൂടെ വന്നിട്ടുണ്ട്. എല്ലാവരും റെഡിയാണ്. ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് പോണത്. എല്ലാവരും റെഡിയല്ലേ? അതെ അതെ, എബ്രു ആണ് മുമ്പന്തിയിൽ നിൽക്കുന്നത്. പിന്നെ 2 ഫ്രീക്കന്മാരും ഇവിടെ ഉണ്ട്. ഒടുക്കത്തെ ഫ്രീക്കിങ്ങിലാണ് പിള്ളേരൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇറങ്ങാം അല്ലേ? റെഡിയല്ലേ? അതെ, പിള്ളേരുടെ കിട്ടില്ല കോസ്റ്റ്യൂം സ്റ്റൈലർ ഫോട്ടോ എടുക്കാം. നടക്കു സുനു, നടക്കു നടക്ക് നടക്ക്. ഇല്ല, എന്റെ വ്ളോഗിന് പിന്നെ ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുന്നു അല്ലേ? അതെ 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 അതെ, എപ്പോഴും ഇത്തല്ല ചെയ്യുന്നത്. അതെ അതെ, നമ്മുടെ വ്ളോഗ് നമ്മൾ തന്നെ ഷൂട്ട് ചെയ്തിട്ട്. പൊളി, വേറെ ലെവല്. ഞാൻ കൊണ്ടുവന്ന കോസ്റ്റ്യൂമാണ് എന്റെ സെലക്ഷൻ കൊള്ളാം. ഞാൻ ട്രെൻഡിങ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു ഈ ഷർട്ട് ജീൻസ് ഇട്ടു. പക്ഷെ എനിക്ക് തന്നെ താങ്ങാൻ പറ്റാത്തോണ്ട് ഞാൻ ഓടി ഡ്രസ്. സുമിയുടെ മോട്ടിവേഷൻ പിടിക്കും. അതെ, അവള് പറഞ്ഞത് എന്നാ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ ഗുൽഗ കിട്ടും ഡോക്ടറുടെ അടുത്ത് ഗുൽഗ തരൂ. ഗുൽഗ കിട്ടും. നമ്മുടെ അതും കഴിഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ, കർട്ടൻ മാറ്റി അല്ല, അതെന്താ സംഭവം നമ്മളെ പറഞ്ഞോളൂ. നമ്മുടെ നിവിൻ പോളി നമ്മുടെ മറ്റേ ആ മൂവിയില് ആ ഒരു എന്താണ് വടക്കൻ സെൽഫി, വടക്കൻ സെൽഫിയില് ട്രെയിനിൽ വെച്ചിട്ടുള്ള സംഭവം, ആ സെയിം സാധനം. ആ ഒരു മോഡലേഷൻ പിടിക്കാൻ നോക്കിയോ കുട്ടി ചെന്നൈ കാണോ അതൊക്കെ പറഞ്ഞ രീതിയിൽ. ഗൂഗിൾ എടുക്കത്തോ? ഗൂഗിൾ സുമി ഗൂഗിൾ എടുത്തോ? അതെന്ത് സംഭവം? ഇടക്കിടക്ക് എന്റെ വായിലും കുറച്ചാളുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ആണ് അവസ്ഥ. കുറച്ച് സ്റ്റാൻഡേർഡ് എന്നെ പോലെ ഓവറല്ല. ഓക്കെ ഗൈസ്, അപ്പൊ നേരെ വണ്ടിയിലേക്ക് കയറാം. ഇപ്പൊ ഏതാണ്ട് 10:35 ശിൽഫിയ. ഓക്കെ, എന്നൊരു നമുക്ക് ഉള്ളിൽ പോയിട്ട് എല്ലാരും ഇങ്ങനെ ഒന്ന് നിന്നാല നൈസായിരിക്കും. തമ്മിലും അടിപൊളിയായിരിക്കും. ഒന്ന് വിളിക്കായിരുന്നു. എല്ലാ ആവശ്യം ഓടിപ്പോയി കാറി കയറിയാൽ മതി. ബാബാ സെൽഫി പിള്ളേ. എല്ലാരും അങ്ങനെ ഷൊട്ടു ബാബാ ഓടിയോ? നമുക്ക് ആ ഒരു ചാലഞ്ച് ചെയ്യാം കേട്ടോ. ആ പറ എന്താ ഇതൊരു രാഗം. റെക്കോർഡ് കൊടുക്കാൻ എല്ലാരും പോയിട്ടുണ്ട്, നമ്മൾ മാത്രമേ ഉള്ളൂ.
ഇറങ്ങാം. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ കഴിഞ്ഞില്ലേ ഇത് ഇവിടെ സെൽഫി എടുക്കാൻ തുടങ്ങിയ പിന്നെ തീരില്ല ഗൈസ്. നിങ്ങൾ ഒരു പ്രാവശ്യം കൊണ്ട് എടുത്തോട്ടെ ഇപ്പൊ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ല. ആ പിള്ളേരെ ബാക്കി പോ പിള്ളേരെ. സോണിന്റെ സെൽഫിൽ കാണിച്ചു തരാം. എന്താണത്? അതെ 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 നോക്കി സൈഗോ. ഞാനിതിലാ നോക്കി കഴിഞ്ഞില്ലേ. സോന ഫോട്ടോ എടുക്കാൻ നിന്ന് തീരില്ലട്ടാ. ഇതിപ്പോഴൊന്നും അവസാനിക്കുന്ന സംഭവമല്ലേ മതി സോന. ആണേ പോസ്റ്റ് ചെയ്ത് തന്നെ ആയിപ്പോ. എന്തു വെച്ചാ എന്തു വെച്ചി ഡാൻസ് ആയിരുന്നു. ചൂട് ആ പരുമാനോ ഇറങ്ങാം. എല്ലാരും വണ്ടിക്കാരനെ ഇനി ഞാനിവിടെ നിന്ന് ചോദിച്ചോണ്ടേയിരിക്കുന്നത് അതിന് മാത്രമേ ഞാൻ ഉണ്ടാവുള്ളൂ. So guys, പക്ഷെ ഒന്ന് കണ്ടിന്യൂഷൻ കൊടുത്തേ എന്റെ ബ്ലോഗിനെ. വേറെ എന്തെങ്കിലും എന്റെ ഈശ്വര ഇതെല്ലാം തലയിലോട്ടാണല്ലോ. ഇന്ന് സുമിയുടെ ഡേ ആണ്. ഇറ്റ്സ് യുവർ ഡേ സുമി. സുമി വീഡിയോ ആണെങ്കിൽ ഒന്നും പറയത്തില്ല. ഒരു ക്യാമറ എനിക്ക് വീട്ടിൽ നിന്ന് മഴക്കൂടാണ് ഇത് പൊക്കി പിടിക്കാലോ. നമ്മൾ എവിടെ പോണ്? സോന ആക്ച്വൽ ടോക്കിംഗ് സ്റ്റൈൽ ഇങ്ങനെയാണ്. സോന എപ്പോഴും വീട്ടിൽ ഇങ്ങനെ സംസാരിക്കണേ. പിന്നെ നിങ്ങൾക്ക് വേണ്ടി കുറച്ചുകൂടി ഇതാണ് സോണിന്റെ ആക്ച്വൽ സംസാരം. ഹലോ ഷൊട്ടു നല്ലൊരു എസ്ലിന എന്താ പേര് ഹെയ്സൽ പേരുള്ള കുട്ടിനെ ഷൊട്ടു കട്ടു കുട്ടു എന്നാക്കിട്ട് നമ്മളെല്ലാരും ഇപ്പൊ അങ്ങനെയാണ് വിളിക്കണത്. എന്തൊരു പേരറിയോ? ഷൊട്ടു, ഐഷു, ഹെയ്സൽ, പിന്നെ ഞാൻ ഷുട്ടു എന്നാ വിളിക്കണേ. ആക്ച്വൽ ഷൊട്ടു. അപ്പൊ നമ്മളിപ്പോ നല്ലൊരു ബ്ലോക്കല്ല സിഗ്നലാണ്. നമ്മളിപ്പോ നല്ലൊരു കൊറേ നേരമല്ല പിടിക്കണില്ലല്ലേ ഞാൻ ബ്ലോക്ക് ചെയ്യണത്. ആ പിടിക്കണില്ല ഞാൻ ബ്ലോക്ക് ചെയ്യണത്. ആ ഇപ്പൊ എവിടെ പുത്രി ഒരേ ഒരു മോള് എവിടാ? കന്യക എവിടെ? ഓ സ്റ്റോറി സ്റ്റോറി കണ്ടോണ്ടിരിക്കുക. ആ ദീദിന്റെ സ്വന്തം സ്റ്റോറി. ഇതിന്റെ സ്വന്തം സ്റ്റോറി. എന്റെ ഷോൾ ഞാൻ ഇംഗ്ലീഷ് മൂവി നോക്കട്ടെ. ഷുട്ടിന് ഇന്ന് ലോകം മൊത്തം ചുമപ്പാണ് കാണുന്നത് ഗൈസ്. ഇന്ന് അവള് റെഡ് ആയിട്ട് ലോകം കാണാന്ന് വിചാരിച്ചു. അപ്പൊ സുനിന്റെ അടുത്ത് സ്പെക്സ് വെച്ചപ്പോ തന്നെ ഷുട്ട് പറയുന്നുണ്ടായിരുന്നു, ഉമ്മി കണ്ട ആകാശം മൊത്തം കത്തിക്കറിഞ്ഞോണ്ടിരിക്കുക, എന്തെങ്കിലും ചെയ്യും ഉമ്മി, എന്തെങ്കിലും ചെയ്യും. അപ്പൊ സുമി പറഞ്ഞു ഒന്നില്ല മോളു, ആ സ്പെക്സ് മാറ്റി വെച്ചോ, എല്ലാം ശരിയാവും അല്ലെ? എല്ലാം മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. മലയാളമല്ലേ പറഞ്ഞ എന്ത് സംഭവം പറ. കുറെ നേരമായി നമ്മളെ ലേഡീസിനൊക്കെ ഇവര് കളിയാക്കിക്കൊണ്ടിരിക്കണത്. ന്യായം പറയാൻ ആരും പറഞ്ഞില്ലല്ലോ. This is my vlog, so I'm talking. This is my vlog. This is my vlog. Vlog അല്ല vlog. Guys, അപ്പോ നമ്മളെ ഷോ ഇന്ന് എത്ര മണിക്കെന്ന് പറഞ്ഞാൽ 11:45 11:45 ആദ്യമായിട്ടാണ്. കണ്ടുപിടിക്കേണ്ടത് എബ്രോടെ ഉണ്ട് ഇടയില്. അപ്പോ 11:45 11:45 മൂവി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ.
ഓൺ ദ വേ. ഫസ്റ്റ് ടൈം ആണ് നമ്മൾ അത്ര ലേറ്റ് ഷോ എടുക്കണത്. ഇതുവരെ നമ്മൾ എടുത്തിട്ടില്ല 11:45. ഞാൻ ഇല്ല 11:45 എടുത്തിട്ടില്ല. 11:45 എടുത്തിട്ടില്ല. ഫസ്റ്റ് നോ, ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. മാക്സിമം 11 വരെ എടുത്തിട്ടുണ്ടോ? 11 വരെ എടുത്തിട്ടുണ്ട്, 10:50 അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. 11ന്റെ അപ്പുറത്ത് നമ്മൾ പോയിട്ടില്ല. 10:30, 10:40 അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. 11ന്റെ അപ്പുറത്ത് നമ്മൾ പോയിട്ടില്ല. ദിസ് ഇസ് ഫസ്റ്റ് ടൈം. അപ്പൊ എന്റെ ഭയങ്കര വലിയ പ്രതീക്ഷയായിരുന്നു ഇവന്. പ്രതീക്ഷ അല്ലേ, നോ എക്സ്പെക്ടേഷൻ. ഓ പ്രതീക്ഷ കറക്റ്റ് പറഞ്ഞാൽ തെറ്റിക്കൂന്ന് ഇവര്. അല്ല എന്താ ഉദ്ദേശിച്ചത്? എന്റെ വലിയൊരു പ്രതീക്ഷ ആയിരുന്നു എന്റെ മോൻ നൈറ്റത്തെ ഡിന്നർ കൊടുത്തപ്പോ തന്നെ കുളിപ്പിച്ചപ്പോ തന്നെ കിടന്ന് ഉറങ്ങുന്നു. ആ ഒരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ മൂവി ബുക്ക് ചെയ്യിപ്പിച്ചത്. പക്ഷേ നല്ല ആക്റ്റീവ് ആയിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ എനിക്ക് നല്ല പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, തന്നൊരു കയ്യിൽ കൊടുക്കും, ഞാൻ മൂവി കാണും. അതാണ് എന്റെ പ്ലാൻ. എന്റെ തന്തയല്ല, അവന്റെ തന്ത. എന്റെ തന്തയുടെ റെസ്റ്റ് എടുക്കട്ടെ. എപ്പോഴും തന്തക്ക് പിടിയാണ്. അപ്പോ നല്ല സൂപ്പറായിട്ട് മലയാളം പറയുന്നു. യെസ്, ഐ നോ ഇവർ എല്ലാരെക്കാളും നന്നായി ഞാൻ സംസാരിക്കും മലയാളം. എന്റെ വ്യൂവേഴ്സിന് അത് മനസ്സിലാവും. നീ എന്റെ ടീമല്ലേ? ആണ്, പക്ഷെ എന്താ പറയുക, ഞാനല്ലേ പറയാം കറക്റ്റ്. നീ എന്നെക്കാൾ കറക്റ്റ് താ പറയുന്നത്. എന്താ ഇങ്ങനെ ചെയ്യുന്നത്? അതാ എന്റെ മോനും ഇട്ടോ ഷൂസ് ഇട്ടോ. ഇവിടെ എത്താറാവുമ്പോ സൈഡ് പോരും. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിങ്ങനെ കാണിക്കും. അപ്പോ ഗൈസ്, ഇതുവരെ ഇന്ന് പോണ മൂവിയുടെ പേര് ആരും കറക്റ്റ് പ്രൊണൗൺസ് ചെയ്തിട്ടില്ല. സോ ഐ എം ഗോണ ആസ്ക് വൺ ബൈ വൺ ആരാണ് കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യാൻ പോണ. എന്റെ വക അവർക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. ഇല്ല പറ ആരും പറയരുത്. നോ 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 ഷിനാഷ് അതെ പറയരുത്. ഞാൻ റിയൽ ആയിട്ട് ഒരു ഗിഫ്റ്റ് തരും, നല്ല കറക്റ്റ് പറയുന്ന ആൾക്കാർ. ഷിനാഷ് യു നോട്ട് ഗോണ ചീറ്റ്, ഓക്കെ? മിണ്ടാതിരുന്നോ, അപ്പുറത്തിരിഞ്ഞിരുന്നോ. നോ മോർ ടൈം സോനു. എന്താണ്? അതെ, എനിക്കൊരു ജസ്റ്റ് കേട്ട് സോനു ഔട്ടായി. ഞാൻ പറയാ കാന്തം എന്ത് കണ്ടു കിഷ്കിന്റെ കാന്തോ അങ്ങനെ ഓക്കെ. സോനു ഔട്ടായി. മച്ചി പറഞ്ഞ സാധനം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാം. പണ്ടത്തെ വീഡിയോ ഉണ്ടല്ലോ സുനുടെ. ശരിയാണ്. കിഷ്കിന്റെ കാന്തം. പറയൂ. ഏതാ? കിഷ്കിന്റെ കാന്തം. ഞാൻ പറയട്ടെ. സൈഗോ വാഴ. വാഴ. ഓക്കെ, കറക്റ്റ് സൈഗോ. മിനിറ്റ്. നോ മച്ച് ചാൻസ്, വൺ ചാൻസ്. കാദം. ഓക്കെ. കിഷ്കിന്ദ കണ്ടം. ആക്ച്വലി എന്താണെന്നറിയോ, ഇങ്ങനത്തെ ഒരു കിഷ്കിന്റെ മൂവി നല്ലാന്ന് പറഞ്ഞു. അപ്പൊ അതനുസരിച്ച് നമ്മൾ അത് കേട്ടില്ലാത്ത ഇതിന് ഓടി. അതുകൊണ്ടാണ് ഫിലിമിന്റെ പേര് സ്പെല്ലിംഗ് പോലും നോക്കാൻ സമയം കിട്ടിയില്ല. ഗൈസ് വെയിറ്റ്, എങ്ങനെയുണ്ട് ഈ പരിപാടി? സൂപ്പർ അല്ലേ? അപ്പൊ നമ്മൾ കൊടുക്കാൻ പോണം. വാഴ മൂവിയാണ്. സൈഗോന്റെ കറക്റ്റ് കിഷ്കിന്റെ കാണ്ടം. കാണ്ടം. കിഷ്കിന്ദ കാണ്ടം. അപ്പൊ എനിക്ക് കിട്ടാ പ്രൈസ് എന്താണെന്ന് വെച്ചാൽ തന്നോളാം. അതെന്താ സംഭവം അറിയിക്കാം. നമ്മള് സ്റ്റേറ്റ് അവര് സീരിയസ് ഇപ്പോഴത്തെ പിള്ളേർ. അതാണ് അത് മലയാളം വരങ്ങത്തില്ല. ഞാൻ സുമി പറയുന്ന എക്സ്പെക്ട് ചെയ്തോണ്ടിരിക്കും. സുമയ, നീ ഇന്ന് ചന്ദ്രനടി. എല്ലാരെ പഠിപ്പിക്കുന്ന ടീച്ചറാ. അല്ലല്ല, ഒരു അതിനേക്കാൾ മുകളിൽ ഒരു വെൽ നോൺ എഡിറ്റർ, ഒരു വലിയ മൂവിയൊക്കെ എഡിറ്റ് ചെയ്യണോന്ന് ഒരു ആഗ്രഹം വെച്ചിട്ടുള്ള ഒരു എഡിറ്ററിന്റെ വൈഫായിട്ട് എല്ലാ മൂവീസും ഫസ്റ്റ് ഷോ എല്ലാ മൂവീസും
എല്ലാ മൂവീസും ഫസ്റ്റ് ഷോ കാണുന്ന പോണ ഒരു എഡിറ്ററിന്റെ ഭാര്യയായിട്ട് കണ്ടോന്നൊക്കെ. വാട്ട് ഇസ് ദിസ് ഗൈസ്? കണ്ടോന്നല്ലേ എന്നെ പറയുന്നത് ഞാൻ സ്പെല്ലിംഗ് കൂടെ നോക്കിയിട്ടില്ലായിരുന്നു. ബേബി ഇറ്റ്സ് നോട്ട് കണ്ടം. ഓക്കെ കിസ്കിന്ത കണ്ടോ നോക്കെ. ബേബി നിങ്ങൾ തെറ്റിച്ച് ഇറ്റ്സ് കാന്തം. കാന്തം. യു ഡോണ്ട് കാന്തം. യു ഡോണ്ട് കാന്തം. നമ്മളിപ്പോ പ്രൊണൗൺസിയേഷൻ കേട്ടു. ഇംഗ്ലീഷിൽ അങ്ങനെയല്ലേ? എന്ത് ബോധക്കേട് കൊണ്ടാരോ ഇതിനൊക്കെ വാഴ പന തെങ്ങ് കൊച്ചിനൊക്കെ അല്ല അതിന് ദേഷ്യം സ്പെക്സ് അതിന് സ്പെക്സ് കൊടുത്തില്ലേ? സൈഗോ എടുത്തില്ലേ? ഓക്കെ പാവ ബേബി കറക്റ്റ് ആണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് എന്താണ് തരാൻ പോകുന്നത്? ബേബി ഇപ്പൊ നോക്ക്, ഇവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ട്. ലൈക്ക് എന്താ നമ്മളെടുത്ത് കൊടുക്കുമ്പോ ഒരു ഞാൻ ഗിഫ്റ്റ് കൊടുക്കണം പോലെ. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഗിഫ്റ്റ് തരാൻ പോണെയാണെങ്കിൽ നിങ്ങളെ പോക്കറ്റേ കത്തുള്ളൂ. അതുകൊണ്ട് നമുക്കത് പരിപാടി തീർക്കാം. ഇല്ല എന്റെ ബാലൻസ് ഇല്ല ബേബി, ഫുൾ തീർന്നു ബേബി. ബേബിക്ക് എന്താ ഗിഫ്റ്റ് വേണ്ടെന്ന് നമുക്ക് ചോദിക്കാം. പറയൂ പറയൂ ബേബിക്ക് ബർത്ത്ഡേ എന്താണ് ഗിഫ്റ്റ് വേണ്ട പറയൂ. എനിക്കൊരു BMW X7 മതി. വെറുതെ ഞാൻ ബിൽഡപ്പൊക്കെ കൊടുത്തിട്ട് ഒന്നും ചോദിക്കില്ലെന്ന് വിചാരിച്ചു. അത് കുറച്ച് ഓവറായി പോയി ഗൈസ്. അത് നമുക്ക് പക്ഷെ പറയാൻ പറ്റില്ല. എന്റെ അടുത്ത് എന്തോ കോടികളുള്ള സമയം പൈസ കൊടുത്തിട്ട് പഠിക്കേ. അതിനൊരു ഗിഫ്റ്റിന് വാല്യൂ ഉണ്ടാവോ? ഇല്ല. അപ്പൊ നമ്മള് ബേബി എന്തായാലും ഒരു വിന്നർ ആയ സ്ഥിതിക്ക് ഒന്നും ചോദിക്കാൻ നിൽക്കൂല. അപ്പൊ മൂവി ഏതാന്ന് മനസ്സിലായില്ല. കിഷ്കിന്ദ കാണ്ടം. ഐ ഡോണ്ട് നോ ദ മീനിങ്. നിങ്ങളൊക്കെ ഇത്ര ചിരിക്കണ്ടല്ലോ, അതിന്റെ മീനിങ് പറഞ്ഞേ നോക്കട്ടെ. മറ്റേ വാനരന്മാരുടെ ഒരു പരിപാടിയാണ്. കൊരങ്ങനല്ലേ? കൊരങ്ങന്മാര് മങ്കീസിന്റെ മൂവി കാണാനാണോ അങ്ങനെയാണല്ലേ? നമ്മൾ ആസിഫ് അലിയുടെ പടങ്ങൾ തന്നെ പോകണം. ഓക്കെ ആസിഫ് അലി ആണ് ഇതിന്റെ. എന്താണെന്ന് സംഭവം നോ ഐഡിയ. ഐ ജസ്റ്റ് വാണ്ട് ടു സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി. അതിനുവേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അതന്നെ എല്ലാരും എൻജോയ് ചെയ്യാം. നല്ല കസിൻസ് സിനിമയുടെ പേര് പോലും മര്യാദക്ക് പഠിക്കാൻ ചെയ്തതൊന്നും അറിയാം. റെഡിയായി ഇറങ്ങി റെഡിയായി ഇറങ്ങി. എബുന്റെ സൗണ്ട് വേറെ ഒന്നുമല്ല. അവന്റെ ഫ്രണ്ട് പോകാൻ വേണം. ഡാഡിയുടെ സീറ്റിൽ കയറിയിരിക്കണം. പിടിച്ചതിനാണ് കഴിഞ്ഞത്. അതാണ്. അപ്പോ വാളൊക്കെ ആക്കിയതല്ലേ. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. എന്ത് വേണം പറ ബേബി. നിങ്ങൾ വലിയ വലിയ കാര്യം പറയണ്ട. ബേബിക്ക് ബർത്ത്ഡേ ആയിട്ട് എന്ത് വേണം പറ. വി ആർ റെഡി ടു എനിക്കൊന്നും വേണ്ട. ഒന്നും വേണ്ട. എനിക്ക് വേണ്ടത് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ ഗിഫ്റ്റാണ്. നിങ്ങൾ ഷുവർ ആണോ നിങ്ങൾ കറക്റ്റ് പേര് പറഞ്ഞെന്ന്? ഷുവർ ഗൈസ് ഷുവർ അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പൊ കമന്റ് ചെയ്തോളൂ കറക്റ്റ് ആണോ. അപ്പൊ അപ്പോഴും നീ ഗിഫ്റ്റ് കൊക്കിൽ ഒതുങ്ങുന്നത് പറ. മീനല്ലേ? മീനൊന്നും വേണ്ട. പറ കൊക്കിന് പറ എന്താ വേണ്ടേ? ഇപ്പൊ തന്നെ മേടിച്ചു തരാം. എന്താ വേണ്ട പറ പറ. ഇപ്പൊ മേടിച്ചാന്ന് പറയുമ്പോ വല്ല ഐസ്ക്രീമോ iPhone 16 Pro Max 1 TB. ഓക്കെ എവിടെ ഉണ്ട് പറ. ഇപ്പൊ മേടിച്ചു ഇപ്പൊ മേടിച്ചു തരും. സൈക്കോ ഗിഫ്റ്റ് മേടിച്ചു തരാന്ന് പറയുമ്പോ സൈക്കോന്ന്. പച്ചപ്പാരൊക്കെ ഗിഫ്റ്റ് ഇട്ടില്ല നമുക്കറിയാം. 11 മണി കഴിഞ്ഞില്ല. 11 അതാണ് അവള് ഇപ്പൊ ഇപ്പൊ നിങ്ങ iPhone 16 Pro Max 1 TB എവിടെ നിന്നെങ്കിൽ റെഡി ആക്കണമെങ്കിൽ ഐ ഷോ ഇറ്റ് ഇൻ മൈ വ്ളോഗ്. ഞാൻ മേടിച്ച് തരും. സൈലന്റ് ആയി. എനിക്കറിയാം ഇവർക്കൊരു ഇതില്ല. ഞാൻ പറഞ്ഞു എന്റെ ഇവർക്കൊരു വിശ്വാസം ഇല്ല എന്റെ അടുത്ത്. ഇപ്പൊ റെഡിയാക്കി തരും. ഇപ്പൊ റെഡിയാക്കി തരും. നേരത്തെ പറഞ്ഞറിയാം. എന്നിട്ട് വിശ്വസിച്ച വേണ്ട. ഫോണൊന്നും വേണ്ട. അടുത്ത മാസം റിലീസ് ആവും. അല്ല ചായെങ്കിലും ചായ മേടിച്ചാലോ ബേബി? ചായയാണ് പറഞ്ഞവർക്ക് ഏത് മോളിലോട്ടാ പോണേ? അവിടല്ല നമ്മൾ ഏത് മോൾ? ലിപ്സ്റ്റിക് കോളാണോ? സെൻട്രൽ സ്ക്വയർ ലിപ്സ്റ്റിക് പല്ലിലെന്ന് പറഞ്ഞ പോലെ ചേർന്നുണ്ട്.
അല്ല ചില ചിക്കന്റെ പല്ലിലുണ്ടാവും, ബ്രേസസിലുണ്ടാവും ഇവിടെ. സെൻട്രൽ സ്ക്വയർ ഇത് നമ്മള് മറ്റേ റെഡ്, ഇതില് റെഡല്ലേ. എന്താ? അയ്യോ അവിടെ മറന്നു. ഇവിടെ കഥ മാറി. ചായ മേടിച്ച് തന്നാ പോരെ? 16 Pro വേണോന്ന് പറഞ്ഞ് റെഡിയാക്കെന്ന് പറഞ്ഞ് അതും ഇപ്പൊ കിട്ടൂല എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാ? മോശമായി ബഹുമാനം, വളരെ മോശം. ഞങ്ങളെല്ലാം പറയുന്നത് I told you I'm ready. you told. Yeah, that's what I told you. I'm ready to give you anything. Just ask me and arrange for it. അങ്ങനെ നോക്കാൻ പറ്റത്തില്ല. ഇടയ്ക്ക് ഇംഗ്ലീഷ് കേട്ട് സുരേഷ് ഗോപിയാണ്. എന്നാലല്ലേ ആൾക്കാർ പറയുള്ളൂ മഷർ ഓവർ ആന്ന്. ഇല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ സംസാരിച്ച പറയൂ ആരെങ്കിലും. അല്ലെങ്കിൽ ഇപ്പൊ പറയോ? പറയാറില്ലേ? ഞാൻ കാണാറില്ല കമന്റ്സ്. അപ്പോ നമുക്ക് അധികം വാലാക്കാതെ പോവാം. എന്താന്ന് അറിഞ്ഞൂടാ, കണ്ടിന്യൂ ഇപ്പൊ വ്ളോഗ് എടുത്തുകൊണ്ട് ഭയങ്കര എനർജിയാണ്. നിങ്ങൾക്ക് ഈ ഒരു എനർജി കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഈ ഒരു പൊട്ടിത്തെറി. വാല് മീൻസ് കണ്ടിന്യൂസ്ലി സ്പീക്കിംഗ്. യു ഡോണ്ട് നോ വാട്ട് ഈസ് വാൽ. വർത്താനം പറഞ്ഞോണ്ടിരിക്കണം. അപ്പൊ ബേബിക്ക് ഞാനൊരു ടൈം കൊടുക്കണേന്. ലെറ്റ് ഹിം ഡിസൈഡ് വാട്ട് ഹി വാണ്ട്. നമുക്കത് മേടിച്ചു കൊടുക്കാം ഇന്ന് തന്നെ മോളിൽ നിന്ന്. ബൈ ദ വേ വി ഗോയിങ് ടു സെൻട്രൽ മോൾ, സെൻട്രൽ സ്ക്വയർ മോൾ. സെൻട്രൽ സ്ക്വയർ മോൾ. നമ്മൾ ഫോറം അല്ല പോലെ, ലുലു അല്ല. എന്താ ഞാൻ കേട്ടില്ല കോമഡി. 45-ലാണ് സിനിമ തുടങ്ങുന്നത്. സെക്യൂരിറ്റി ആണ് ഇപ്പൊ തന്നെ 11 കാലേ അല്ലേ? നമ്മൾ സൈക്കോളജിക്കലി പ്ലാൻഡ് ആണ് ഗൈസ്. അപ്പോ നമ്മൾ എന്തായാലും റിവ്യൂ പറയുന്നതായിരിക്കും ആസ് യൂഷ്വൽ. നമ്മൾ എപ്പോഴും കുറച്ച് ആൾക്കാർ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ന് എക്സ്ട്രാ ആൾക്കാരുണ്ട്, ഷിനാജ് ആൻഡ് ഫാമിലി. അവരുടെ സൈഡിൽ നിന്ന് റിവ്യൂ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോ ലെറ്റ്സ് ഹെഡ് ഇൻ ടു ദ മോൾ ആൻഡ് വാച്ച് മൂവി, പൊളിക്കാം, എന്നിട്ട് വന്നിട്ട് റിവ്യൂ പറയാം. ഓക്കെ, സോ യു ഗൈസ് സ്റ്റേ ട്യൂൺ. ഉറങ്ങണ്ട, കാത്തിരിക്കും. ഓക്കെ, നമ്മൾ കാറിൽ ചിരിച്ച് എല്ലാരും ഏറി കേട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റോറി നമുക്ക് പറഞ്ഞുതരാം. പറഞ്ഞല്ലേ രണ്ടുപേരോടെ. അപ്പോ നമ്മൾ എത്തി മോളിൽ. ഇനി ഒച്ചപ്പാട് ബഹളമൊന്നുമില്ല, ഫുൾ സ്റ്റാമ്പ് വേദിക്കണം. നമ്മുടെ കാറിലുള്ള ഒച്ചെടുക്കാൻ പോലെ നമ്മൾ പുറത്തു പച്ചപ്പാത്രക്ക് വന്നുകൊണ്ടാന്ന് അറിഞ്ഞൂടാ. ഭയങ്കര സൈലൻസ് ആണ്. ഓക്കെ, എന്താ ഓക്കെ കട്ടിയായിട്ടില്ല. പിള്ളേർ ഓടി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ടൈം ആയിട്ടില്ല മൂവി കയറാണല്ലോ. സോ വി ആർ വെയിറ്റിംഗ് ഹിയർ. ഇപ്പോൾ ഇവിടെ ഓടി കളിക്കണേ, ബൂസായി ഷൂട്ട് ഓടി കളിക്കണേ. അപ്പോൾ ഒരു കണ്ണ് അവൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, ഒരു കണ്ണ് ക്യാമറ. അങ്ങനെയാണെങ്കിൽ കോങ്കണ്ണ് പോലെ കണ്ടേ. അപ്പോൾ നമുക്കിനി പുള്ളിക്കേരി സംസാരിക്കാം. ഇവിടെ കുറച്ച് ഐ ഫീൽ ഓക്വേർഡ്, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ആ പുള്ളിക്കേരി സംസാരിക്കാം.
ഹൗസ് ദ മൂവി പറയേണ്ട അത്ര ആയിട്ടില്ല, പക്ഷെ ഇതൊരു കുഴപ്പമില്ല. ഓക്കെ, ഹൗസ് ദ മൂവി എന്താ മൂവിനെ പറ്റിയാ? സോഫാർ ഓക്കെ, ഗുഡ്. ഇനി നോക്കാം നമുക്ക് എന്നാണ് പറയാനായിട്ടില്ല. കോപ്പറേറ്റ് ചെയ്തിട്ട് തോന്നുന്നു ഗൈസ്. കിട്ടിനാണെങ്കിൽ ഞാൻ മ്യൂസിക്കിൽ ഇടണായിരിക്കും. എൻ്റെ എബു പറയും, കണ്ടില്ലേ? എബു മോളിൽ വന്നിട്ട് കുറച്ച് നേരം ഉണ്ടായിരുന്നു, ഒരു 15-20 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. എബു 20 to 30 അല്ല 20 മിനിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കളിയൊക്കെ ആയിരുന്നു, എല്ലാവരെയും വിളിക്കണമൊക്കെ ആയിരുന്നു, ഫ്രണ്ടുള്ള ആൾക്കാരൊക്കെ. പിന്നെ അവന് ഫീഡാക്കിയിട്ട് ഉറങ്ങി. ബേബി നമുക്ക് പെപ്സി മേടിക്കാൻ പോയിട്ടുണ്ട്. പോപ്കോൺ ഒക്കെ തിന്ന് തീർത്തു. പെപ്സി ആയിട്ട് വരുന്നുണ്ട് ഗൈസ്. കാണില്ല പോകരികള് ഇരുട്ടത്ത്. സുനിത് നമുക്കുള്ളതാ, കൊടുക്കല്ലേ ആർക്കും. എന്താ പച്ചേ പച്ച മൂവി ഹാഫ് നൈസായിട്ടുണ്ട്. ഇപ്പോഴൊന്നും പറയാൻ പറ്റിയ നമ്മളും അങ്ങനെ പറയാം. ആവറേജ് ആണ്. ഇനി നോക്കാം നമുക്ക്. ഗൈസ്, അങ്ങനെ നമ്മൾ മൂവി കണ്ട് ഇറങ്ങി. അതുകൊണ്ട് എനിക്ക് വാഷ്റൂം ഓണായിരുന്നു. പോയി വന്ന് സൈഗുനു ബേബി കൊണ്ടുപോയി. നമ്മളെ കുട്ടാപ്പി ആദ്യത്തിന് എണിച്ചില്ല. എൻ്റെ കൈ മാറിയാൽ സോണയുടെ കൈ, അല്ലാതെ ഇപ്പൊ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും വേറെ കയ്യിലാണ് പോയാൽ എന്തായിരിക്കും. അപ്പൊ എണീക്കും. അതെന്നെ മമ്മ ആവട്ടെ, അജിത്ത് ആവട്ടെ, ആറ് സുനു ആവട്ടെ, ഡാഡ് എടുത്താൽ പോലും അവൻ എണീക്കും. എൻ്റെ കൈ അല്ലെങ്കിൽ സോണുൻ്റെ കൈ. അതാണ് മനസ്സിലാവാട്ടെ. കാറിലാണെങ്കിലും അങ്ങനെ. ഞാൻ ലോങ് ട്രാവൽ ചെയ്യുമ്പോൾ ഓർക്കം വന്നിട്ടാണോ കണ്ണൊക്കെ ഇങ്ങനെ ലോങ് ട്രാവൽ ചെയ്യുമ്പോൾ ഈ സോണാണെങ്കിൽ വീട്ടിൽ നിന്ന് വാഷ്റൂം പോയി ഇറങ്ങിയാൽ പിന്നെ മാംഗ്ലൂർ എത്തണവരെ പോകണില്ല. ഞാൻ അപ്പം പോയിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ വേറെ ആരുടെ കൊടുക്കണമെങ്കിൽ അവനെ എണീക്കും അപ്പം തന്നെ. സോണാകുമ്പോൾ അവനറിയാം സോണുവാന്ന്. അറിയാതെ ഇരിക്കണല്ല അവൻ, സോണോന്നറിയാം. അപ്പം മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ. എന്നിട്ട് ഞാൻ ബാംഗ്ലൂർ പോയി വരുമ്പോൾ മണ്ണിച്ചിട്ട് അവനറിയാൻ ഇന്ന മണിയില്ല. നന്നായി ഗൈസ്. മേക്കപ്പ് ഒന്നും അധികം ചെയ്യാതെ വന്ന കറിപ്പിച്ചു ഗൈസ്. നമ്മള് അടിപൊളിയായിരുന്നു സെക്കൻഡ് ഹാഫ്. ഇനി നമ്മൾ വണ്ടി കയറിയിട്ട് റിവ്യൂ പറയാം. അവസരം വണ്ടി കയറി വണ്ടി കയറി സമാധാനം പോലെ ഒരു രക്ഷയില്ല ഗൈസ്. എന്ന് പറഞ്ഞാല് നമ്മൾ മൂവി കണ്ടോണ്ടിരിക്കുന്ന ടൈമില് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇനി ഇതിന് മാത്രം റിവ്യൂ പറയും പടത്തിൽ എന്താണുള്ളത് എന്നുള്ള രീതിയിൽ. അതിനുശേഷം പിന്നെ സെക്കൻഡ് ഹാഫായി തുടക്കത്തിൽ നമ്മളിങ്ങനെ കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. അത്ര പടമായിട്ട് തോന്നുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ ലെസൻ്റെ അപ്പൂൻ്റെ നമ്മൾ അത്രയും നേരം ആ പടം കണ്ട് ചിന്തിച്ചിട്ട് നമുക്ക് ഇന്നതാണ് ഇതിൻ്റെ ക്ലൈമാക്സ് അല്ലെങ്കിൽ ഇന്ന പോലെയൊക്കെ ആവുമെന്ന് നമ്മൾ എന്തൊക്കെ ടൈപ്പിൽ ചിന്തിച്ചു കൂട്ടുമോ അതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ്. അതൊരു ഒന്നൊന്നര ക്ലൈമാക്സ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യണം. എന്നിട്ട് പട്ടികരണ പോലെ കൊടുക്കാതെ കരച്ചില് അടിപൊളി. ബാക്കിയൊക്കെ ഞാൻ ശിരാടിന്റെ അഭിപ്രായങ്ങളൊക്കെ വരുന്നതാണ്. നമ്മള് വണ്ടി വെക്കാറുണ്ട്. അതെ അതെ, വേറെ ലെവല്. പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊന്നേ പറയാനുള്ളൂ.
അടിപൊളിയായിരുന്നു ഗൈസ്. ഇനി ഞാൻ ക്യാമറ ഇങ്ങോട്ട് തിരികട്ടെ. സുനിത പറയൂ. സുനിത കോഫി പേസ്റ്റ് ഫീലിംഗ് പറയൂ. ഫീലിംഗ് എന്ന് പറഞ്ഞാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങൾ. നമ്മൾ പലതും ചിന്തിക്കും, ഇങ്ങനെയിരിക്കും അങ്ങനെയിരിക്കും, പക്ഷെ ഇങ്ങനെയൊന്നും അല്ല, വേറെ ഇരിക്കും കാര്യം. സുമി, ഹൗസ് ഇറ്റ്? നല്ല മൂവിയാണ്. നല്ല മൂവിയാണോ? അപ്പൊ നമ്മള് മെയിൻ ആൾക്കാരോട് കൊടുക്കാം. ഷിനാജ് പിടിക്കൂ, ക്യാമറ പിടിക്കൂ. ഷിനാജ് വലിയ ശരീരവും മാടപ്രാവിന്റെ ഹൃദയമായിട്ടിരുന്ന് പൊട്ടിക്കരയണത്. ഷിനാജ് പൊട്ടിക്കരയണത്. അല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഷിനാജ്, നീ പറയാം. നീ മാത്രമേ പറയാനുള്ളൂ. ഞാൻ മാത്രമല്ല അല്ലേ. നൈസോട് വരുന്നു. നൈസോട് എന്ന് പറഞ്ഞാൽ നിങ്ങളാരും ശ്രദ്ധിച്ചെന്ന് അറിയത്തില്ല, അതിന്റെ ക്യാമറമാനും സ്ക്രിപ്റ്റ് ഒരാളായിരുന്നു. അതിന്റെ സ്ക്രിപ്റ്റ് ബാഹുൽ രമേശ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ തന്നെയാണ് എഴുതിയേക്കുന്നതും ക്യാമറ ചെയ്തേക്കുന്നതും. അതൊക്കെ തന്നെ പുതിയൊരു മ്യൂസിക് ഡയറക്ടറായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ വിജയരാഘവൻ എന്റെ അമ്മ എങ്ങനെയാണല്ലേ ആസിഫ് അലിയുടെ ഒരു എക്സ്ട്രീം ലെവൽ പെർഫോമൻസ് ഒക്കെ കാണാൻ പറ്റും. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് ലാസ്റ്റ് ഒരു സീനുണ്ട്, അത് പറഞ്ഞ സ്പോയിലറായി പോകും. അതുകൊണ്ട് ലാസ്റ്റത്തെ ഒരു സീനുണ്ട്, അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് തന്നെ കണ്ണീന്നൊക്കെ വെള്ളം വന്നു. അതിന്റെ ട്രോളൊക്കെ ആദ്യം പറഞ്ഞ വലിയ ശരീരം. പക്ഷെ ഞാൻ എണീറ്റ് നോക്കുമ്പോ മഷൂദൊക്കെ കണ്ണുടക്കി. ആ സീനിൽ മിക്കവരും കരഞ്ഞു പോകും, വിഷമായി പോകും. പടം എന്ന് വെച്ചാലുണ്ടല്ലോ, വെറും പടമൊന്നുമല്ല, ഒരു 1.5 പടം. സ്ലോ പോയിസൺ എന്ന് പറയത്തില്ല, ഇങ്ങനെ ഇൻജക്ട് ചെയ്ത് കേറ്റി ആദ്യമൊക്കെ നമ്മളിങ്ങനെ നോക്കും എന്താ നടക്കാൻ പോണെന്നുള്ളത്. പക്ഷെ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയല്ല, സംഭവിക്കുന്നത് വേറെ വൈബായിരിക്കും. അതെ, ചുമ്മാ പ്രഡിക്റ്റ് ചെയ്യേണ്ടി വരും. പറഞ്ഞോ. അല്ല, ഞാൻ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യണൊക്കെ വേസ്റ്റ് ആണ്. നമ്മൾ എന്ത് പ്രഡിക്റ്റ് ചെയ്താലും അതിന്റെ ക്ലൈമാക്സ് അങ്ങനെ ആവൂല. അതാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെ പ്രഡിക്റ്റ് ചെയ്താലും ക്ലൈമാക്സ് നമ്മൾ വിചാരിക്കണ പോലെ ആവൂല. വേറെ പരിപാടി എന്ന് പറഞ്ഞാൽ 5 ക്യാരക്ടർ വെച്ചിട്ടാണ്, 5 ക്യാരക്ടറാണ് മെയിൻ ലീഡ് ചെയ്യുന്നത്. എന്റെ പൊന്നെ, അത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് നമ്മളെ ഒരുമാതിരി അല്ലെ നിന്നെ കാണിക്കും. അതെ, സോറി, ഇതാരൊക്കെ ഇതിലായി പോയി. അടിപൊളി എന്ന് പറഞ്ഞാൽ പക്ക എഡിറ്റും അടിപൊളിയായിരുന്നു. ആ സീനൊന്നും മാറുന്നൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ല പക്കയായിട്ട് പോകുന്നുണ്ട് പടം. അല്ല, ഞാൻ പറയണേ, ഒരു ഫസ്റ്റ് ഹാഫ് വരെ നമ്മളിവിടെ ഇതിന്റെ അകത്ത് എന്താണുള്ളത് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിയിരിക്കും. ഫസ്റ്റ് ആദ്യത്തെ ഹാഫ് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കും ഇതിന് മാത്രം ഇതിന്റെ അകത്ത് എന്താ ഉള്ളത്, പ്രത്യേകിച്ച് ഒന്നും തോന്നണില്ല. പിന്നെ അങ്ങോട്ട് കഴിഞ്ഞ് ക്ലൈമാക്സിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് കിളി പോണത് എല്ലാവരെയും. അതെ, അടിപൊളി. അത് സംഭവം ഞാന് ഒരു കമന്റ് കണ്ടായിരുന്നു, തീയാണ് സ്ക്രിപ്റ്റ്, തീയാണ് ഡയറക്ഷൻ, തീയാണ് ആക്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. സംഭവം പറഞ്ഞത് അക്ഷരം പ്രതി അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ. എന്നുവെച്ചാൽ ഞാൻ അങ്ങനെ പെട്ടെന്ന് കരയത്തില്ല, പക്ഷെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് പൊട്ടിപ്പോയി. അതൊക്കെ പെട്ടെന്നൊക്കെ കരയും. അല്ല, അന്നേരം ഒരാളെ കരയിപ്പിക്കാൻ അത്രക്കൊരു പരിപാടി നടക്കണ്ടേ സിനിമയില്. അതുകൊണ്ട് ഞാൻ മാത്രമല്ല, മച്ചുത്തേൻ കരഞ്ഞായിരുന്നു. എനിക്ക് ചെറിയൊരു സെഗ്മെന്റ് കിട്ടിയാൽ മതി, എനിക്ക് താങ്ങാൻ പറ്റൂല. അടിപൊളിയായിരുന്നു. വായിൽ വാളാക്കണ പോലെ അല്ല ഗൈസ്, വായിൽ ഭയങ്കര ഡയലോഗൊക്കെ അടിക്കും, പക്ഷെ മനസ്സ് അങ്ങോട്ട് സ്നോ പോലെയാണ്. ഗൈസ്, പറ്റുന്നവര് OTT വരുന്നതിന് മുമ്പ് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നോക്കുക. കിടിലം പടം. കിടിലം എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഒക്കെ കൂടുതൽ ശ്രദ്ധ കിട്ടുള്ളൂ. അതെ, മ്യൂസിക് എന്ന് പറഞ്ഞാൽ മറ്റേ ഓപ്പൺ ഹൈമർ സിനിമയുടെ ഒക്കെ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട്. അന്യായം അങ്ങനത്തെ ഒരു പരിപാടി ചെയ്ത് വെച്ചേക്കുന്നത്. മുജീബ് മജീദ് എന്ന പുള്ളിയുടെ പേര്. ഞാൻ ആദ്യമായിട്ട് പുള്ളിയുടെ ഏതോ ഇന്നത്തെ പടം എന്ന് അറിയത്തില്ല, പക്ഷെ ഇത് അടിപൊളി എന്ന് പറഞ്ഞാൽ പക്ക. ഈ കണ്ട കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം. ഈ ഒരു അടുത്ത് വെച്ചിറങ്ങിയ പടങ്ങളില് കിടിലൻ സ്റ്റോറി. ഞാൻ ഈ ഇറങ്ങിയ 3 പടത്തിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പടം, അടിപൊളി പടം. അപ്പൊ എല്ലാരും മസ്റ്റായിട്ട് കാണാൻ ശ്രമിക്കുക. തിയേറ്ററിൽ തന്നെ കാണുക. തിയേറ്ററിൽ കണ്ടാലല്ലേ ഗൈസ് നിങ്ങൾക്ക് പോപ്കോൺ പെപ്സി ഒക്കെ കിട്ടുള്ളൂ. തിയേറ്ററിൽ നമ്മളും പോപ്കോൺ ഒക്കെ കഴിച്ച് പെപ്സി ഒക്കെ കുടിച്ച് അടിച്ച് പൊളിച്ചു. കിഡ്സ് ഫുൾ സ്ലീപ്പിയാണ്, ഉറങ്ങി. എന്നെ മുട്ടുമണി ഉറങ്ങി, ഷുട്ടു ഉറങ്ങി, എല്ലാരും ഉറങ്ങി. നമ്മള് അയ്യോ, മെയിൻ ഒരു കാര്യം പറഞ്ഞില്ല. അയ്യോ, അത് പറഞ്ഞില്ല. ഇക്ക വേറെ മെയിൻ സംഭവം ഉണ്ട്. ഈ സ്ക്രിപ്റ്റ് എഴുതാൻ എത്ര ദിവസം എടുത്തു കാണും ഇക്കയുടെ ഒരു മൈൻഡില്? 8 ദിവസം. ഇത് മനഃപൂർവ്വം അധിക്ഷേപിച്ചാണ്, നേരത്തെ അറിഞ്ഞു വെച്ചോക്കയില്ലേ? അതാണ്
ആക്ച്വലി വെറും 8 ദിവസം കൊണ്ട് എടുത്ത സ്ക്രിപ്റ്റ് അത് 8 ദിവസം കൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റ് 8 ദിവസം. അവര് വിചാരിച്ചേ ഞാൻ കളിയാക്കി പറഞ്ഞാണ്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും വെച്ചാണ്. അല്ല എനിക്കറിയാം, ഓൾറെഡി അറിയാം. പറഞ്ഞു 8 ദിവസം 8 ദിവസം വെച്ച് എഴുതിയ സ്ക്രിപ്റ്റ് ആയത്. എനിക്കല്ലല്ലോ ഇവരൊക്കെ പ്ലിങ്ങുമായി പോയി. ഞാൻ എന്നെ കളിയാക്കിയത് സത്യം പറഞ്ഞപ്പോ ഉണ്ടായ ഒരു ഇതാണ് ഞാൻ കാണിച്ചത്. വെറും 8 ദിവസം കൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റ് അത്. അതെ, ഞാനിപ്പോ അവിടുന്ന് പറഞ്ഞ കേട്ടില്ലേ? അതെ 8 ദിവസം കൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റ്. ഇമാതിരി പരിപാടിയൊക്കെ മലയാളത്തിൽ നടത്താൻ പറ്റുമെന്നുള്ളത് ഡയറക്ടർ കാണിച്ചു തന്നിട്ടുണ്ട്. ക്യാമറമാനാണ് പുള്ളിയുടെയാണ് സ്ക്രിപ്റ്റ്. അടിപൊളി. മൾട്ടി ടാലന്റഡ് ക്യാമറമാൻ എന്നെ പോലെ തന്നെ ഗൈസ്. അപ്പൊ എന്റെ പോലത്തെ പല ആൾക്കാരും അടിച്ചു മാറ്റിയതുപോലെ എന്റെ പോലത്തെ പല ആൾക്കാരും ഈ ലോകത്തുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ വ്ളോഗ് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് സബ്സ്ക്രൈബേഴ്സിന് എന്തായാലും എന്റെ ചാനലിൽ പോകുള്ളൂ. അതിനെ പൂർത്തിയാക്കട്ടെ. നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ഞാൻ പറയാം. അപ്പോ നമ്മൾ ഇനി അടുത്തൊരു മൂവി കാണാൻ പോവാ ഇൻഷാല്ലാ. അടുത്ത മൂവിയിലെ കാണാം. ഇങ്ങനെ തന്നെ രാത്രി ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മതി. അപ്പൊ ഇപ്പൊ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉറങ്ങിക്കോളൂ. അപ്പൊ എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റും. കുഴപ്പമില്ല, വെള്ളപ്പുല്ലല്ലേ? വെള്ളപ്പുല്ലല്ലേ? വി റിയലി എൻജോയ് ഗൈസ്. അപ്പോ ബേബി റിവ്യൂ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല, അവിടെ തന്നെയാ ബേബി പറഞ്ഞത്. കാറിൽ വെച്ച് റിവ്യൂ പറഞ്ഞതിൽ ഷിനാജ് ആണ് കൊണ്ടുപോയത് ഇന്നത്തെ ട്രോഫി. അപ്പൊ ബേബിയുടെ റിവ്യൂ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ കേൾക്കണം. ബേബിയും എന്തായാലും അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. നമ്മള് പിന്നെ പടം കൊള്ളാം, അടിപൊളിയാണ്. മൂവിയിലെ ഷിനാജിന്റെ അത്ര നോളജ് എനിക്കില്ല. എവറിഥിങ് അങ്ങനെ വേണം റിവ്യൂ പറയാൻ. ലൈക്ക് ഇൻ ഡീറ്റെയിൽ ഹി വാസ് സീയിങ് എവറിഥിങ് അല്ലേ? സ്റ്റോറിനെ ആക്ടിങ് സ്റ്റോറിനെ പറ്റി ടെക്നിക്കൽ ബേസ് ചെയ്ത് ഷിനാജ് എഡിറ്റർ ആയതുകൊണ്ട് ഷിനാജിനാണ് എല്ലാ മൂവിയും ഫസ്റ്റ് ഷോ പോയിട്ട് കാണും ഗൈസ്. അതുകൊണ്ടാണ് നമ്മള് അങ്ങനെ കാണിക്കും ബേബി. ഞാനും അങ്ങനെ പറയാൻ തുടങ്ങാം. എല്ലാ ഷോ ഫസ്റ്റ് പോയിട്ട് എല്ലാരും കൂടെ കളിയാക്കി പൊട്ടിച്ചിരിച്ച ആൾക്കാരാ. കേട്ടപ്പോ ഞാൻ അങ്ങനെ വിചാരിച്ചു. പിന്നെ 8 ദിവസോ? 8 ദിവസം കൊണ്ട് ഇങ്ങനത്തെ ഒരു സാധനം യൂഷ്വലി ഒരു സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാൻ എത്ര ദിവസം വേണം? വർഷങ്ങളോളം വേണം. ഇറ്റ് ഡിപ്പെൻസ് അല്ലേ? ARM എഴുതിയത് 8 വർഷം കൊണ്ടാണ്. 8 വർഷം കൊണ്ടാ പടം ഫിനിഷ് ചെയ്തത്. ARM ഇല്ല. പാട്ട് എഴുതാനോ 8 വർഷം? നമ്മള് വേറെ യൂണിവേഴ്സിലേക്ക് നമ്മൾ പറയുന്നതല്ല കൊണ്ട് കിട്ടുന്നത്. എന്തായാലും ഒരു അടിപൊളി നൈറ്റ് ഔട്ട് ആയിരുന്നു ഗൈസ്. ഇപ്പൊ ഡേ ആയി. ഇത് പിടിക്കാന്ന് ഉറങ്ങണം. എന്റെ മോനാണെങ്കിൽ രാവിലെ തന്നെ എണീക്കും ഗൈസ്. എന്തിനെന്ന് അറിഞ്ഞൂടാ, രാവിലെ തന്നെ എണീച്ചിരിക്കും. നല്ല ഉച്ചരൊന്നായിരിക്കും. അപ്പോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് വീഡിയോ. ഇതിന് കുറെ പ്രാവശ്യം എബു എന്തിനാന്ന് അറിയത്തില്ല, രാവിലെ എണീക്കണമെന്ന് അറിയത്തില്ല. എബുവിന്റെ മനസ്സ് എന്താണെന്ന് അറിയാം. മറ്റേ സിനിമ പറഞ്ഞ ഒരു മനസ്സുഖം അതന്നെ എന്റെ ഉറക്കളായിരുന്നു. സോ യാ, നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ ഗൈസ്. ബൈ ബൈ.